Welcome to BSc Physics Main, Semester 6, Paper 3 Optics, 47th lecture, Laser Continuation. Today's topic is optical resonator and Q factor of laser. Optical resonator and Q factor of laser from the chapter Lasers. And this is the diagram of an optical resonator. ഒരു ഒപ്റ്റിക്കൽ റെസോണേറ്ററിൻ്റെ പടം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹീലിയം നിയോൺ ലേസറിൻ്റെ അതേ ഡയഗ്രം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു ഹീലിയം നിയോൺ ലേസറിൻ്റെ ഒരു ട്യൂബൊക്കെ വരച്ചിരുന്നു. അതിൻ്റെ മറ്റൊരു ചിത്രമാണ് ഈ കാണുന്നത്, കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലുള്ള ചിത്രം. ഇത് ഹീലിയം നിയോൺ ലേസറിൻ്റെ പാർട്ടാണ്. അങ്ങേയറ്റത്ത് കാണുന്നത് ഹൈലി റിഫ്ലക്റ്റിംഗ് മിററാണ്. ഇപ്പുറത്ത് കാണുന്നത് പാർഷ്യൽ റിഫ്ലക്റ്റിംഗ് മിററാണ്. ഇവിടെ ഒപ്റ്റിക്കൽ കപ്ലർ എന്നൊക്കെ പറയും, ഡിഫറൻ്റ് പേരാണ്. ആ നീളം, ആ മുന്നോട്ടും പുറകോട്ടും ഈ ഫോട്ടോൺ കുതിക്കുന്ന ആ നീളം, അതിന് നമ്മൾ ലെങ്ത്, ക്യാവിറ്റി ലെങ്ത് ആണ്. ക്യാവിറ്റി ലെങ്ത് ആണ്. ലേസറാണ് ആ ഒപ്റ്റിക്കൽ കപ്ലർ, ആ പാർഷ്യൽ സിലിവേർഡ് മിററിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പാർഷ്യൽ സിലിവേർഡ് മിറർ OCയുടെയും ഈ ഹൈലി സിലിവേർഡ് മിറർ HR ഇടക്കുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും തമ്മിലുള്ള അകലം ലെങ്ത് ഓഫ് ക്യാവിറ്റി എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് മിറേഴ്സ് കൂടി ചേർന്ന ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ റെസോണേറ്റർ, അല്ലെങ്കിൽ ക്യാവിറ്റി റെസോണേറ്റർ എന്ന് പറയും. ഒപ്റ്റിക്കൽ ക്യാവിറ്റി റെസോണേറ്റർ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസോണേറ്റർ എന്ന് പറയും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹീലിയം നിയോൺ ലേസറിൽ പഠിച്ച ട്യൂബ്, അതിനെ ഒരു ഒപ്റ്റിക്കൽ റെസോണേറ്റർ എന്ന് പറയാം. അവിടെ നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ പുതുതായിട്ട് പറയുന്നത് ഒപ്റ്റിക്കൽ റെസോണേറ്റർ. അപ്പോൾ പടം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുകയാണ്. ഹീലിയം നിയോൺ ലേസർ ട്യൂബാണ് വരച്ചിരിക്കുന്നത്. ആ ട്യൂബിൻ്റെ നീളം ഇപ്പോൾ നമ്മൾ ചെറിയ ടൈപ്പ് ലേസറാണെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ വരെ ചെറുതായിട്ട് നമുക്ക് കിട്ടും, എത്ര വേണമെങ്കിലും കൂട്ടാം. HR ആണ് ഹൈലി റിഫ്ലക്റ്റിംഗ് മിറർ. ഒപ്റ്റിക്കൽ കപ്ലർ, ലേസർ പുറത്തേക്ക് വരാൻ D എന്ന് പറയുന്ന ലേസർ ബീം കാണിക്കുന്ന ആ ഭാഗം. 1 എന്ന് പറയുന്നത് ട്യൂബ്, അതിൻ്റെ ബോറാണ്, ട്യൂബ് ബോർ. 2 എന്ന് പറയുന്നത് പാത്ത് ഓഫ് റേ ആണ്, പാത്ത് ഓഫ് ഫോട്ടോൺ ഇൻസൈഡ് ദി ഒപ്റ്റിക്കൽ ക്യാവിറ്റിയാണ്. അപ്പോൾ താഴെ ചെയ്തിട്ടുണ്ട് ഒപ്റ്റിക്കൽ റെസോണേറ്റർ ക്യാവിറ്റി എന്ന്. അപ്പോൾ ഈ പടം ലേസറിനകത്ത് നമ്മൾ ഹീലിയം നിയോൺ ലേസറിനകത്ത് വരച്ചാലും മതി. മറ്റേതാകുമ്പോൾ കുറേ സിമ്പിളായിട്ട് വരയ്ക്കാം. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് കാണിക്കണം. So you look here, what is optical resonator? An optical resonator is also called optical cavity or resonating cavity. Optical resonator പേരാണത്. It is an arrangement of mirrors that forms a standing wave cavity resonator for light waves. Here it is laser beam. Optical cavities are a major component of lasers surrounding the gain medium and providing feedback of laser light. They are also called optical parametric oscillators and some interferometers. They are also used in optical parametric oscillators and some interferometers. What is optical resonator എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടം വരച്ച് നമ്മൾ ഇത് പറയണം. An optical resonator is also called optical cavity or resonating cavity. ഒപ്റ്റിക്കൽ റെസോണേറ്ററിൻ്റെ, ലേസർ റെസോണേറ്ററിൻ്റെ മറ്റ് പേരുകളാണ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി ഓർ റെസോണേറ്റിംഗ് ക്യാവിറ്റി. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മിറേഴ്സ് ദാറ്റ് ഫോംസ് എ സ്റ്റാൻഡിംഗ് വേവ് ക്യാവിറ്റി റെസോണേറ്റർ ഫോർ ലൈറ്റ് വേവ്സ്. അപ്പോൾ ഈ സ്റ്റേഷണറി വേവ്സ് അതിനകത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ആ ട്യൂബിനകത്ത് ഉണ്ടാകും. അതാണ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. Optical cavities are a major component of lasers surrounding the gain medium and providing feedback of the laser light. ഇപ്പോൾ ലേസർ ലൈറ്റിന് ശക്തമായ എനർജി ഉണ്ടാകാൻ ഒരു മീഡിയം വേണം. ആ മീഡിയത്തിന് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ ഈ ക്യാവിറ്റിക്ക് അകത്താണ് മീഡിയം. ഇപ്പോൾ ഗ്യാസ് ലേസറാണെങ്കിൽ നമ്മൾ ഹീലിയം നിയോൺ ഗ്യാസ് ആണ് മീഡിയമായിട്ട് എടുക്കുന്നത്. They are also used in optical parametric oscillators. ഒപ്റ്റിക്കൽ പാരാമെട്രിക് ഓസിലേറ്റേഴ്സ് എന്ന ഡിവൈസുകളുണ്ട്, അവയ്ക്കകത്ത് ഒപ്റ്റിക്കൽ ക്യാവിറ്റി ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഇൻ്റർഫെറോമീറ്റേഴ്സിനകത്തും ഈ ഒപ്റ്റിക്കൽ ക്യാവിറ്റി ഉപയോഗിക്കാറുണ്ട്.
അവിടെ മിറേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇൻ്റർഫെറോമീറ്ററിനകത്ത്. അപ്പോൾ ഈ റെസൊണേറ്ററിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് കൂടി നമ്മൾ ഒരു ചെറിയ പാരഗ്രാഫിൽ എഴുതുകയാണ്. ലൈറ്റ് കൺഫൈൻഡ് ഇൻ ദ ക്യാവിറ്റി റിഫ്ലെക്ട്സ് മൾട്ടിപ്പിൾ ടൈംസ്. നമുക്ക് അറിയാമല്ലോ, ആ ഫോട്ടോൺ മുന്നോട്ടും പുറകോട്ടും കുതിക്കും. ലൈറ്റ് കൺഫൈൻഡ് ഇൻ ദ ക്യാവിറ്റി റിഫ്ലെക്ട്സ് മൾട്ടിപ്പിൾ ടൈംസ് പ്രൊഡ്യൂസിങ് സ്റ്റാൻഡിംഗ് വേവ്സ്. സ്റ്റാൻഡിംഗ് വേവ്സ് മീൻസ് സ്റ്റേഷനറി വേവ്സ് ഓഫ് certain resonance frequencies. The standing wave patterns produced are called modes. The longitudinal modes, L, you have to add L. The longitudinal modes differ only in frequency, while transverse modes differ for different frequencies and have different intensity patterns across the cross section of the beam. അപ്പോൾ ഈ സ്റ്റാൻഡിങ് ആ ട്യൂബിനകത്തുണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് ആ ഓരോ മോഡിനും ഓരോ ഫ്രീക്വൻസി വ്യത്യാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ട്രാൻസ്വേഴ്സ് നേച്ചറിലുള്ള വേവ്സിന് വ്യത്യസ്തമായ മോഡുണ്ടാകും. ആ വ്യത്യസ്തമായ മോഡിനും വ്യത്യസ്തമായ ഫ്രീക്വൻസി ആയിരിക്കും. മറ്റേതിന് ഒറ്റ ഫ്രീക്വൻസി എല്ലാ മോഡിനും. ഇവിടെ ഡിഫറൻറ്റ് ഫ്രീക്വൻസിയാണ്. The longitudinal modes differ only in frequency, while transverse modes differ for different frequencies and have different intensity. ഇവിടെ ഇൻറ്റൻസിറ്റി മാറും, ഫ്രീക്വൻസി. ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ഫ്രീക്വൻസി മാത്രമേ മാറുകയുള്ളൂ. ഫിഗർ ഷോസ്, നമ്മൾ ആ മുകളിലത്തെ പടത്തെക്കുറിച്ചാണ് ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. The figure above shows the optical resonator used in helium neon laser. In the diagram, HR is highly reflector. OC output coupler. ലേസർ പുറത്തേക്ക് വിടാനുള്ള പാർഷ്യലി സിൽവേർഡ് മിററിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ കപ്ലർ. ഫോർ ലേസർ ബീം, വൺ ലേസർ ബോർഡ്, ആ ട്യൂബിനെയാണ് വണ്ണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 interacting beam and D output laser. The cavity length is about 50 centimeter for a small type of helium neon laser. അപ്പോൾ ഡി ആണ് ഔട്ട്പുട്ട് ലേസർ. ആ പടത്തിൽ ഡി എന്ന് കാണിച്ചു നമ്മൾ ഡി എന്നൊരു ലെറ്ററിക്കാണ് ഈ പുറമെ കാണുന്നത്. ആ പുറത്തേക്ക് വരുന്നതാണ് ലേസർ ബീം എന്നത്. ഇനി ലേസറിനകത്ത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ക്വാളിറ്റി ഫാക്ടർ, ക്യൂ ഫാക്ടർ എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ എ സിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എ സിയിൽ മാത്രമല്ല, ഇവിടെ ഉണ്ട് ക്യൂ ഫാക്ടർ. ഈ ലേസർ ബീം എത്ര ഷാർപ്പാണ്, എത്ര ഇൻറ്റൻസ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ടേമാണ് ക്വാളിറ്റി ഫാക്ടർ, ക്യൂ ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ക്യാവിറ്റി. ഒപ്റ്റിക്കൽ ക്യാവിറ്റിയുടെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ലേസർ. കാരണം ഈ ഒപ്റ്റിക്കൽ ക്യാവിറ്റിക്കകത്താണ് ലേസർ ഉണ്ടാകുന്നത്. ക്യൂ ഫാക്ടർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ക്യാവിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് മെഷർ ദ കേപ്പബിലിറ്റി ഓഫ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി ടു സ്റ്റോർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻസൈഡ്. അപ്പോൾ ലൈറ്റ് എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, ലേസർ എനർജി ക്യാവിറ്റിക്കകത്ത് സംരക്ഷിക്കുവാനുള്ള അതിൻ്റെ കഴിവിനെയാണ് ആ ക്യാവിറ്റിയുടെ ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ദ വേ ദിസ് എനർജി സ്റ്റോർഡ് ഈസ് ബൈ ഫോമിങ് സ്റ്റാൻഡിംഗ് വേവ്സ് ബിറ്റ്വീൻ ലേസർ മിറേഴ്സ്. ഇപ്പോൾ 2 മിററാണല്ലോ ഉള്ളത് ലേസറിനകത്ത്. ഒരു ഫുള്ളി സിൽവേർഡ് മിറർ HR, ഒരു പാർഷ്യലി സിൽവേർഡ് മിറർ ഒപ്റ്റിക്കൽ കപ്ലർ. ഇടയ്ക്കാണ് ഈ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നത്. ആ സ്റ്റാൻഡിംഗ് വേവിനെ ഉൾക്കൊള്ളാനുള്ള ആ കാവിറ്റിയുടെ കഴിവിനെയാണ് നമ്മൾ ക്യൂ ഫാക്ടർ ഓഫ് ക്യാവിറ്റി ഓർ ക്യൂ ഫാക്ടർ ഓഫ് ലേസർ എന്ന് പറയുന്നത്. Q factor is proportional to the ratio of the energy stored inside the standing wave and the wasted energy from the wave during round trip between laser mirrors. അപ്പോൾ ക്യൂ ഫാക്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ ഇൻ ടേംസ് ഓഫ് ഇൻറ്റൻസിറ്റി ഇതാണ്. 2 ഡെഫിനിഷൻ ഉണ്ട്. ഒരു ഇൻറ്റൻസിറ്റി ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ ഒരു ഫ്രീക്വൻസി ഡെഫിനിഷൻ ഉണ്ട്. ക്യൂ ഫാക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു ദ റേഷ്യോ ഓഫ് ദി എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ദ സ്റ്റാൻഡിംഗ് വേവ് ആൻഡ് ദി വേസ്റ്റഡ് എനർജി ഫ്രം ദി വേവ് ഡ്യൂറിങ് റൗണ്ട് ട്രിപ്പ് ബിറ്റ്വീൻ ദ ലേസർ മിറേഴ്സ്. അതായത് എത്രമാത്രം എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂവിനെ ഈ ഫോട്ടോൺ മുന്നോട്ടും പുറകോട്ടും ചലിക്കുമ്പോൾ സ്റ്റാൻഡിംഗ് വേവ് ഫോട്ടോൺസ് റൗണ്ട് ട്രിപ്പ് നടത്തുമ്പോൾ മുന്നോട്ട് പുറകോട്ട് ചലിക്കുമ്പോൾ
എത്ര എനർജി വേസ്റ്റ് ആകും ട്യൂബിനകത്ത്, ക്യാവിറ്റിക്കകത്ത്, ആ എനർജി കൊണ്ട് ഈ ടോട്ടൽ എനർജി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ വിളിക്കുന്ന പേരാണ് ക്യൂ ഫാക്ടർ. ഹൈ ക്യൂ ഫാക്ടർ വാല്യൂ മീൻസ്, ഹൈ ക്യൂവിൻ്റെ അർത്ഥം എന്താണ്? ഹൈ ക്യൂ ഫാക്ടർ മീൻസ് വാല്യൂ മീൻസ് ദാറ്റ് ദ എനർജി ഈസ് സ്റ്റോർഡ് വെൽ ഇൻസൈഡ് ദി ക്യാവിറ്റി. ക്യാവിറ്റി അകത്ത് ശരിക്കും ലൈറ്റ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഹൈ ക്യൂ ഫാക്ടർ പറയും. ഹൈ ക്യൂ ഫാക്ടർ പറയും. ലോ ക്യൂ ഫാക്ടർ വാല്യൂ, ദാറ്റ് മീൻസ് ദ എനർജി ഈസ് എമിറ്റഡ് ഫ്രം ദി ക്യാവിറ്റി റാപ്പിഡ്ലി. അപ്പോൾ ഈ ക്യാവിറ്റിക്ക് ലോ ക്യൂ ആണെങ്കിൽ ആ ക്യാവിറ്റിയിൽ നിന്ന് ലേസർ ബീം പെട്ടെന്ന് പുറത്തേക്ക് വരും എന്നുള്ളതിനെ കാണിക്കുന്നു. എക്സാമ്പിൾ ഓഫ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ, ക്യൂ ഫാക്ടറിന് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയുന്നു നോക്കിയേ. When both mirrors of the laser cavity have high reflectivity, the Q factor has high value. ആ രണ്ട് മിററിനും HR-നും OC-യും ഫുള്ളി സിൽവറി മിററിനും പാർഷ്യലി സിൽവറി മിററിനും നല്ല റിഫ്ലക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ Q factor has high value. When one of the laser mirrors has low reflectivity, the radiation will be emitted through this mirror and the Q factor will have low value. ഒപ്റ്റിക്കൽ കപ്ലറിന് റിഫ്ലക്റ്റിവിറ്റി കുറവാണെങ്കിൽ ആ ക്യാവിറ്റിയുടെ ക്യൂ ഫാക്ടർ കുറഞ്ഞു പോകും. അടുത്തത് ഡെഫിനിഷൻ ഓഫ് ക്യൂ ഫാക്ടർ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. നമ്മൾ ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ്, ടോട്ടൽ ഇൻറ്റൻസിറ്റി ബൈ ടോട്ടൽ എനർജി വേസ്റ്റഡ് ഇൻസൈഡ് ദി ക്യാവിറ്റി ആണല്ലോ ക്യൂ ഫാക്ടർ ഡിഫൈൻ ചെയ്തത്, ഇൻറ്റൻസിറ്റി ടേം. അതല്ലാതെ ക്യൂ ഫാക്ടറിന് മറ്റു ഡെഫിനിഷൻ ഉണ്ട്, ഡെഫിനിഷൻ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. അതിന് താഴെ ഒരു പടം പോലെ കാണുന്നുണ്ട്, അത് പടമൊന്നുമില്ല, ചുമ്മാ ലൈനിട്ടാണ്, അതുകൊണ്ട് പടമായിട്ടാലും വിചാരിക്കരുത്. ക്യൂ ഫാക്ടർ മുമ്പേ ഒരു ചെറിയ സംഖ്യ ഉണ്ടായിരുന്നു, തൂത്തുകളഞ്ഞ ഒരു ചെറിയ എഴുത്തുണ്ടായിരുന്നു, അത് ക്യൂ ഫാക്ടർ മതി, അതുകൊണ്ടാണ്. അപ്പോൾ ആരും ചിത്രമായിട്ട് വരച്ചത് വെക്കരുത്. ഡെഫിനിഷൻ ഓഫ് ക്യൂ ഫാക്ടർ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. Q factor is the ratio of the resonance frequency nu zero and the full width at half maximum FWHM bandwidth the delta nu of the resonance, that is Q is equal to nu zero by delta nu. അതായത് ഈ ഫ്രീക്വൻസി ടൈമിൽ ക്യൂ ഫാക്ടർ ഡിഫൈൻ ചെയ്താൽ അത് കിട്ടുന്നത് ലേസറിൻ്റെ ഫ്രീക്വൻസി, റെസൊണൻസ് ഫ്രീക്വൻസി ന്യൂ സീറോയെ ഡെൽറ്റ ന്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ് ഡെൽറ്റ ന്യൂ? അത് FWH ആണ്, ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം, അല്ലെങ്കിൽ ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയും ഫ്രീക്വൻസി. അത് നമ്മൾ ആ ഗ്രാഫിൽ കണ്ടതാണ്. നമ്മൾ രണ്ട് ഗ്രാഫ് പഠിച്ചിട്ടുണ്ടല്ലോ, ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ. ഒന്നാമത്തെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ഗോസിയൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ, രണ്ടാമത്തെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ലോറൻഷ്യൻ. അപ്പോൾ അവിടെ ആ ഗോസിയൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ നടുക്ക് നമ്മൾ രണ്ട് വരയിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് FWHM. അതിൻ്റെ മറ്റൊരു പേരാണ് ഹാഫ് ആംഗുലാർ വിഡ്ത്ത്. ആ വാല്യൂവിനെ നമ്മൾ ഡെൽറ്റ ന്യൂ എന്ന് വിളിച്ചാൽ അകലത്തെ, അതുകൊണ്ട് ഈ റെസൊണൻസ് ഫ്രീക്വൻസിയെ ഭാഗിക്കുന്നതാണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ക്യൂ ഫാക്ടർ ഈസ് ന്യൂ സീറോ ബൈ ഡെൽറ്റ ന്യൂ, വേർ nu zero is the resonance frequency and delta nu is the full width at half maximum. In order to understand the full width at half maximum, we have to refer the line shape function. ഇനി മറ്റൊരു ടേം പറഞ്ഞിരിക്കുന്നത് എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി. ആ വാക്ക് നമുക്ക് തിരിച്ചും പറയാം, എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഓർ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി. അതൊരു ഫ്യൂറിയർ അനാലിസിസ് ഒക്കെ വേണ്ട ഒരു ടേമാണ്, നമുക്ക് സിമ്പിളി ഒരു ഡെഫിനിഷൻ അങ്ങ് പഠിച്ചാൽ മതി. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഡിസ്ക്രൈബ്സ് ഹൗ ദ എനർജി ഓഫ് എ സിഗ്നൽ ഓർ എ ടൈം സീരീസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഫ്രീക്വൻസി. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി ഡിസ്ക്രൈബ്സ് ഹൗ ദി എനർജി ഓഫ് എ സിഗ്നൽ, ഒരു സിഗ്നൽ എനർജി, ഓർ എ ടൈം സീരീസ്, ടൈം വെച്ച് മാറുന്ന, ഓർ എ ടൈം സീരീസ് is distributed with the frequency. Here the term energy is used in the
generalized sense of signal processing. Signal processing, that is the energy E of signal is xt is. അപ്പോൾ ഇവിടെ ഈ എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേമാണിത്. എനർജി സ്പെക്ട്രൽ ഡെൻസിറ്റി E is equal to minus infinity to plus infinity xt മോഡുലസ് സ്ക്വയർ dt. അപ്പോൾ xt നമ്മുടെ വേവിനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻഫിനിറ്റി ഡൊമൈനിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡൊമൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന സംഖ്യയെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി. സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി E is equal to ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡുലസ് എക്സ് ദ സ്ക്വയർ ഓർ xt ദ സ്ക്വയർ dt. xt എന്ന് പറഞ്ഞാൽ ഒരു സൈൻ കോസ് ഫംഗ്ഷനാണ്, സൈനിൻ്റെയും കോസിൻ്റെയും ഫംഗ്ഷനാണ്. അതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. The energy, spectral energy density or energy spectral density is most suitable for transients. അതായത് പെട്ടെന്ന് മാറുന്ന ട്രാൻസിയൻ്റ് ആയിട്ടുള്ള പൾസുകൾ, ദാറ്റ് ഈസ് പൾസ് ലൈക്ക് സിഗ്നൽസ് ഹാവിങ് എ ഇൻഫിനിറ്റ് ടോട്ടൽ എനർജി. ഫൈനറ്റ് ഓർ നോട്ട് പാർസീവാൾസ് തിയറം. ഈ പാർസീവാൾസ് തിയറത്തെ വിളിക്കുന്ന പേരാണ് പ്ലാൻചെറൽസ് തിയറം എന്ന് പറയും. പ്ലാൻചെറൽസ് തിയറം, പാർസീവാൾസ് തിയറം ഓർ പ്ലാൻചെറൽസ് തിയറം gives us an alternate expression for the energy of the signal. അപ്പോൾ ലൈറ്റ് സിഗ്നലിനെ നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ട്രാൻസിയൻറ്റ്, ദാറ്റ് ഈസ് ലൈക്ക് പൾസ് ലൈക്ക് സിഗ്നൽസ്. പൾസ് ലൈക്ക് ലൈറ്റിനാണ് നമ്മൾ ഈ സ്പെക്ട്രൽ എനർജി സാധാരണമായിട്ട് പറയുക. ഇപ്പോൾ ലേസറിന് ഇത് പറയാൻ പറ്റും. ഇതിനെപ്പറ്റിയുള്ള ഒരു തിയറം പറഞ്ഞിരിക്കുന്നത് പാർസിവാളാണ്. ആ പാർസിവാൾ തിയറത്തെ നമ്മൾ പ്ലാൻചെറൽസ് തിയറം എന്ന് പറയും. അത് ഈ എനർജി ഡെൻസിറ്റിയുടെ ഒരു ഓൾട്ടർനേറ്റ് എക്സ്പ്രഷനാണ് ഈ തിയറം തരുന്നത് നമുക്ക്. ഇതാണ് തിയറം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി xt. നമ്മൾ നേരത്തെ പറഞ്ഞ പൾസിൻ്റെ ലൈറ്റ് വേവിൻ്റെ ടേമാണ് xt മോഡുലസ് സ്ക്വയർ dt സിക്കൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി xf. ടൈം ആയിട്ട് ഫ്രീക്വൻസി ഫംഗ്ഷൻ ആക്കാം മോഡുലസ് സ്ക്വയർ df. ഇവിടെ xf ഇസിക്കൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി e മൈനസ് i2 pi ft xt dt. ഇത് ഒരു ഫ്യൂറിയർ സീരീസ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഫ്യൂറിയർ സീരീസും ഉണ്ട്, FURIER ഫ്യൂറിയർ സീരീസും ഉണ്ട്. നമുക്ക് ഈ ലൈറ്റ് പൾസിന് സിഗ്നലിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലൈറ്റ് പൾസിൻ്റെ ഇക്വേഷനാണ് മുകളിൽ കാണുന്നത്. അതിൽ അത് ഫ്രീക്വൻസി ടൈമിലേക്ക് വരുമ്പോൾ എക്സ് എഫ് ഫിസിക്കൽ ഇൻ്റഗ്രൽ, അതൊരു ഫേസറാണ്, അതുകൊണ്ടാണ് ക്യാപ്പ് കിട്ടിയത് നമ്മൾ എസ് ക്യാപ്പ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി e2 pi ft xt dt. ഇനി നമുക്കൊരു പ്രോബ്ലം കൂടി ഇതിനകത്ത് ചെയ്യാം. പ്രോബ്ലം ഇതൊരു 2012 മാർക്ക് ചോദിച്ച പ്രോബ്ലമാണ്. ലേസർ ട്രാൻസിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ എനർജി ലെവൽസ് 24.64 EV ആൻഡ് 18.72 EV. കാൽക്കുലേറ്റ് ദ വേവ്ലെങ്ത് ഓഫ് ലേസർ. അപ്പോൾ ഇതൊരു ലൈറ്റിൻ്റെ പ്രോബ്ലം തന്നെയാണ്, സിമ്പിൾ പ്രോബ്ലമാണ്. നമ്മൾ ആ എനർജി പോപ്പുലേഷൻ റേഷ്യോയുടെ ഒരു കണക്ക് നമ്മൾ ചെയ്തിരുന്ന ക്ലാസ്, അത് കറക്റ്റാണ്. അവിടെ സംഖ്യ തന്നെയാണ്. അപ്പോൾ അതേ ഐഡിയ വരുന്നൊരു പ്രോബ്ലം. പക്ഷേ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ഒന്നും കാണണ്ട, നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഇക്വേഷൻ E2 - C1 h nu ഒരു ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി കാണുന്ന ഇക്വേഷനാണിത്. E2 - C1 h nu. അപ്പോൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇലക്ട്രോണിന് ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ആ ഡിഫറൻസിൻ്റെ എനർജി ഫോട്ടോണായിട്ട് എമിറ്റ് ചെയ്യും, ലേസർ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ E2 - C1 h nu, nu is E by lambda. E2 - C1, the values given are 20.64 and 18.72. Subtract.
we get 1.92 eV converted into joule, 1.92 into 1.6 into 10 raised to minus 19 joule. Lambda is Hc by E2 minus E1. That is 6.26 into 10 raised to minus 34 into 3 into 10 raised to 8 by 1.92 into 1.6 into 10 raised to minus 19 equal to 6.47 into 10 raised to minus 1 meter. That is equal to 6470 into 10 raised to minus 10 meter. 6470 into 10 raised to minus 10 meter. 10 raised to minus 10 meter is angstrom. Therefore, lambda is 6470 angstrom. That is the laser wavelength obtained. അപ്പോൾ നോക്കിയേ 2012 പ്രോബ്ലം 2013 പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ എഴുതിയത്. ആ രണ്ട് സ്റ്റേറ്റുകളുടെ പോപ്പുലേഷൻ റേഷ്യോ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻസ്. നമ്പർ 1, വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ യൂസ് ഇൻ ലേസർ. അപ്പോൾ ലേസറിലെ ഒപ്റ്റിക്കൽ റെസൊണേറ്ററെ കുറിച്ച് ഒരു ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ആ ഒരു പടം വരച്ചിട്ടുണ്ട്. ഹീലിയം നിയോൺ ലേസർ ട്യൂബ് തന്നെയാണ് വരയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് മെന്റ് ബൈ ക്യൂ ഫാക്ടർ ഓഫ് ലേസർ ഓർ ക്യൂ ഫാക്ടർ ഓഫ് റെസൊണേറ്റർ? Q factor resonator is Q factor of laser. Number the define Q factor of laser in terms of frequency. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, എക്സ്പ്ലെയിൻ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി ഇൻ ലേസർ. സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്താണെന്ന് പറയുക. That is all with your topic laser. This is the 47th lecture. The chapter is not over. We continue the laser class with non-linear optics in the next class. Next class will be on non-linear optics. The same chapter continues. Thank you very much.